അകം, India's first digital literary platform. എല്ലാവർക്കും അകത്തിന്റെ സിനിമാജാലകത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ നജസ് ആൻഡ് ഇംപ്യൂർ സ്റ്റോറി. സിനിമ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഈ നാട്ടിലുള്ള മതവും അതിന്റെ സമ്പ്രദായങ്ങളെയാണ്. അതിന്റെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് മൂസയും ഒരു നായയുമാണ്. മൂസയുടെ ജീവിതത്തിൽ നായ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. കാരണം മനുഷ്യന്മാരോടും മൃഗത്തിനോടുമുള്ള സ്നേഹമൊക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. മനുഷ്യനോടും മൃഗത്തിനോടും ഒരേപോലെ സ്നേഹവും കരുണയും ഒക്കെ ഉണ്ടാവണമെന്നാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോഴത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇത് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. സിനിമ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും മതത്തിനുള്ള ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ ഞാൻ ഏടെ പോയാലും ആടെ എല്ലാം ഇതുണ്ടാവും. അത് കാരണം നാട്ടുകാർ മുഴുവൻ ഞമ്മക്കെതിരായി. പ്രധാന കഥാപാത്രമായ മൂസ ഒരു മദ്രസ അധ്യാപകനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു നായ കടന്നു വരികയാണ്. അറിഞ്ഞോ അറിയാതെയോ അത് ഓരോ പ്രശ്നങ്ങളിലും തലയിടും. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിനാണ് അത് വളരെയധികം ബാധിക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളായി വന്ന എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നല്ല 2025 മതത്തിന് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് സിനിമ കാഴ്ചവെക്കുന്നത്. നജസ് എന്ന പേര് തന്നെ ഒരു നായയാണ് ഉദ്ദേശിക്കുന്നത്. നജസ് എന്ന് പറഞ്ഞാൽ ഇംപ്യൂർ, അതായത് തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നജസ് വരുന്നത്. മുസ്ലിം സമ്പ്രദായ പ്രകാരം നായ അവർക്കൊരു ഇംപ്യൂർ ആണ്. പക്ഷേ ഒരു മദ്രസ അധ്യാപകന്റെ അടുത്തേക്കാണ് ഒരു നായ വരുന്നത്. അദ്ദേഹത്തിന് അതിനെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിനെ വേറെ ഒരു രീതിയിലേക്ക് കൊല്ലാനോ ഒന്നും സാധിക്കാതെ വരികയും പതുക്കെ ഒരു നായ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാവുകയാണ്. സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക് ഡയറക്ഷനും വളരെ മികച്ചു നിൽക്കുന്ന സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. പലപ്പോഴും സീനുകൾ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂസിക് ഡയറക്ഷൻ വല്ലാണ്ട് സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ തിരക്കഥയും സംവിധാനവും ശ്രീജിത്ത് പൊയിൽക്കാവാണ്. അപ്പോൾ നജസ് ആൻഡ് ഇംപ്യൂർ സ്റ്റോറി മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും കണ്ടുനോക്കി നിങ്ങളുടെ അഭിപ്രായം ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മലബാർ ലഹളയിൽ ബ്രിട്ടീഷുകാരുമായി പടവെട്ടിയാ മരിച്ചത്. അയാളെ ആ എടുക്കുന്ന പണീന്റെ പേരിൽ നിങ്ങൾ തരം താത്തി കാണുന്നത്. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, കുട്ടിയേക്ക് ഇഷ്ടാന്നെ നടക്കട്ടെ. അന്നൊരു വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് ചിലര് ഞമ്മളെ കാണാൻ മദ്രസയിൽ വന്നു. ഒരു നിക്കാഹിന്റെ പ്രശ്നം പരിഹരിക്കാനാ വന്നത്. എന്റെ ബാബു പറഞ്ഞ നിക്കാഹ് കഴിഞ്ഞ് 5-ന്റെ അന്ന് കായ് തരാന്ന്. എന്നിട്ട് നിങ്ങള് വീട്ടിൽ പോയിട്ടില്ല? ജുമയും കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഇതിന്റെ വൈത്താല വിടാണ്ട് കൂടിയത്. പിന്നെ ഞാൻ ഏടെ പോയാലും ആടെ എല്ലാം ഇതുണ്ടാവും. അത് കാരണം നാട്ടുകാർ മുഴുവൻ ഞമ്മക്കെതിരായി. പിടിച്ച് നാട് കടത്തി തന്നാ മതിയാ? അത് മതി. നല്ല ഒന്നുകിൽ അയാള് അല്ലെങ്കിൽ ഞാനും മോളും. അയ്യപ്പൻകാവ് ജുമാ മസ്ജിദിന് സമീപം ഫാത്തിമ മനസ്സിൽ താമസിക്കുന്ന MK മൂസ എന്ന മൂസ ഉസ്താദിനെ തക്കതായ കാരണത്താൽ മഹലിൽ നിന്നും പുറത്താക്കുന്ന കാര്യം എല്ലാ മഹല്ലംഗങ്ങളെയും അറിയിക്കുന്നു. ഉസ്താദിന്റെ പൊന്നു ചങ്ങാതിയാ, ഉസ്താദിനെ നടക്കൂടെ എനിക്ക് പറ്റൂല. അധികം വർത്താനം പറഞ്ഞ് നിൽക്കണ്ട, വീടിനങ്ങ് പോയിക്കോണം. യാ അല്ലാഹ് അല്ലാഹു അല്ലാഹ് റഹീമേ ഇലാഹി നീയല്ലാ. നിങ്ങൾ എന്റെ ചെമ്പായിനെ കണ്ടിനാ? നിങ്ങളുടെ ചെമ്പായിന്നാ പുന്നാര പേരൊക്കെ ഇട്ടിട്ട്.
ലക്ഷ്മണ സ്നേഹ. കൂടുതൽ സിനിമാജാലകം വാർത്തകൾക്ക് വേണ്ടി അകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ നന്ദു സൈനിങ് ഓഫ്. Agam, India's first digital literary platform.